നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാ? മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ, അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ, മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തെ അടുത്ത വിൻഡോയിലേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഒരു മിനിറ്റ് എന്താ 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് കളി നടത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കളി നടത്തും. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി ഇത് പറയും. ഇനി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കിൽ ഇല്ല. ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. വരുന്നുണ്ട്, ഇല്ല പറയും. മാർച്ച് മാസം വരും നവംബർ 30 വരെ. അല്ല, അത് കഴിഞ്ഞിട്ട് അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ വർക്ക് തീർത്തിട്ട് സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാരിന് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. സർക്കാർ പറയും ഇനി അർജന്റീനെ കൊണ്ടുവരണ്ട, മെസ്സിനെ കൊണ്ടുവരണ്ട, കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോടെ. എനിക്ക് ആ നഷ്ടം ഞാൻ സഹിച്ചു. ആ നഷ്ടം സഹിച്ചു. അത് ഞാൻ സഹിച്ചു. ആ പൈസ എൻ്റെ പൈസ കൊടുക്കും. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചു എന്നേ. അല്ല, അത് നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ലാഭം കണ്ടിട്ട് മാത്രമേ കൈകാര്യം ചെയ്യുള്ളായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പല കാര്യങ്ങൾക്ക് ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണമെന്ന് കൂടെ ആഗ്രഹിക്കുന്നുണ്ട്.